കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾക്ക് ദാരുണാന്ത്യം. 13-ാം ബ്ലോക്കിലെ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് മരിച്ചത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനെത്തിച്ച ആംബുലൻസ് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു. പതിനാല് പേര് കഴിഞ്ഞ ദിവസം വരെ മരിച്ച്, ഇന്ന് 2 പേരെയാണ് ആന കുത്തിക്കൊന്നത്. 16 പേരാണ് ഈ ഒരു ഫാമിനകത്ത് മാത്രം മരിച്ചത്. ഫാമിന്റെ പുറത്തും ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് നടപടി വേണം. നിങ്ങൾക്ക് വേണ്ടി എപ്പോ എന്റെ വീട് 2 വീട് കാണിത്തരാം. കറണ്ട് പോലും ഇല്ല. ആ ഇരുട്ടത്തെ നമ്മൾ നിൽക്കുന്നത്. അതിനാ ഏതെങ്കിലും ഇവിടുത്തെ പാർട്ടിക്കാരെങ്കിലും വരുന്നുണ്ടോ ഒന്ന് നോക്കാൻ? അല്ല പഞ്ചായത്തിന് മെമ്പറോ ഇവിടുത്തെ ആരെങ്കിലും അധികൃതർ ആരെങ്കിലും വന്ന് നോക്കുന്നുണ്ടോ? ആന ഇവിടെ ഇത്രയും ഒരു 150 ആന ഈ ആറള ഫാമിൽ ഇത്രയും, പിന്നെ 13/7 ഇത്രയും, ഈ എത്ര ഏക്കർ ഫാമുണ്ടോ അത്രയും ഏക്കർ ഫുള്ള് ഇങ്ങനെ അനാസ്ഥമായിട്ട് ഇങ്ങനെ നടക്കുന്നു എന്നല്ലാണ്ട് എവിടെയാണ് ഇതിനൊരു സംരക്ഷണം? ഇതിപ്പോൾ 20ാമത്തെയാണ്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങൾ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം ജില്ലാ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിച്ച് ഇവിടെ വന്നിട്ട് വർത്തമാനം പറഞ്ഞു പോയതുകൊണ്ട് കാര്യമില്ല. ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. ആറളം പഞ്ചായത്തിൽ നാളെ UDF-ഉം BJP-യും ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സജോ ദേവസി ഇപ്പോൾ ആറളം ഫാമിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, അവിടുത്തെ പ്രതിഷേധങ്ങൾക്ക് ശമനമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ സജോ? ഫാമിൽ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് 2 മനുഷ്യജീവനുകൾ പൊലിഞ്ഞത്. കണ്ണൂർ ആറളം ഫാമിൽ കഴിഞ്ഞ 8 വർഷത്തെ കണക്ക് മാത്രം പരിശോധിച്ചാൽ ഒരു ഡസനിലധികം മനുഷ്യജീവനുകൾ വന്യജീവി ആക്രമണത്തിൽ മാത്രം നഷ്ടമായിട്ടുണ്ട് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് 13-ാം ബ്ലോക്കിലെ വള്ളിയും ഭാര്യ ലീലയും കാട്ടാന ആക്രമണത്തിൽ കാട്ടാന ചവിട്ടിക്കൊന്നത് ഇരുവരെയും. ഞാനിപ്പോൾ നിൽക്കുന്നത് 13-ാം ബ്ലോക്കിലാണ്. ഇവിടെ ഇപ്പോഴും 2 ആംബുലൻസുകൾ തടഞ്ഞിട്ടിട്ടുണ്ട് നാട്ടുകാർ. അവർ ഈ ആംബുലൻസ്, അതായത് മൃതദേഹങ്ങൾ ഈ ആംബുലൻസിലാണ് നിലവിലുള്ളത്. ഇവിടെ നിന്ന് മാറ്റണം, ആശുപത്രി മോർച്ചറിയിലേക്ക് കൊണ്ടുപോകണതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തണം. തുടർന്ന് അടുത്ത ദിവസം വിട്ടു നൽകി സംസ്കാര ചടങ്ങുകളിലേക്ക് പോകണം. പക്ഷേ വലിയ പ്രതിഷേധം ഉണ്ടായി. അതിന് പിന്നാലെ ജനപ്രതിനിധികളും പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സബ് കളക്ടറും ഒക്കെ ചേർന്ന് ഒരു ചർച്ച നടത്തിയിരുന്നു. MLA അടക്കം, പേരാവൂർ MLA സണ്ണി ജോസഫ് അടക്കമുള്ളവർ സംഭവ സ്ഥലത്തുണ്ട്. ആ ചർച്ചയ്ക്ക് ശേഷം ഇവിടെ നിന്ന് മൃതദേഹം മാറ്റാനുള്ള ഒരു നീക്കത്തിലേക്ക്, ഒരു തയ്യാറെടുപ്പിലേക്ക് നീങ്ങുന്നുണ്ട്. ആ ചർച്ചയിലുള്ള സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആംബുലൻസുകൾ തടഞ്ഞിട്ടിരിക്കുകയാണ്. നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. കാട്ടാന ആക്രമണത്തിൽ വലിയ പ്രതിഷേധം വരുന്നുണ്ട്. ജനപ്രതിനിധികൾ, പേരാവൂർ MLA ഉൾപ്പെടെ അവിടെ എത്തിയിരുന്നു. നാട്ടുകാർ അവിടെയുണ്ട്. അവർ ഇക്കാര്യത്തിൽ സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നുള്ള വിമർശനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹർത്താൽ പ്രഖ്യാപനങ്ങൾ കൂടി വരുന്നത്. ആറളം പഞ്ചായത്തിൽ ആദ്യം UDF ഹർത്താൽ പ്രഖ്യാപിച്ചു. തൊട്ടു പിന്നാലെ BJP-യും അവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടിയന്തര ഇടപെടലിനുള്ള നിർദ്ദേശം നൽകി എന്നാണ് വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്. നാളെ അവിടെ സർവകക്ഷി യോഗം ഉൾപ്പെടെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പ്രതിഷേധം അവിടെ നിലനിൽക്കുന്നു. അവിടെ നിന്ന് ആംബുലൻസ് മാറ്റാൻ നാട്ടുകാർ തയ്യാറാകുന്നില്ല. അവിടെ ജില്ലാ കളക്ടർ എത്തി അവർക്ക് കാര്യങ്ങളിൽ ഉറപ്പ് നൽകണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണിപ്പോൾ നാട്ടുകാർ.